എഴച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദേശതാലപ്പൊലി തിരുവാതിര മഹോത്സവം തുടങ്ങി. തിരുവാതിരകളി വഴിപാട് ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് ബി നായരും പത്നി പ്രീത മനോജും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. വരും വർഷങ്ങളിൽ നമ്മൾക്ക് ആഗ്രഹങ്ങൾ സാഫല്യമാകും. ഇവിടെ നവഗ്രഹ പ്രതിഷ്ഠയുണ്ട്. ഈ നവഗ്രഹ പ്രതിഷ്ഠ നമ്മുടെ അടുത്ത സ്ഥലങ്ങളിലൊന്നുമില്ല. നവഗ്രഹ പ്രതിഷ്ഠയുടെ ക്ഷേത്രമാണ് ഈ ഉമാമഹേശ്വര ക്ഷേത്രം. നമ്മൾ തിരുവാതിര വഴിപാട് നടത്തുക എന്ന് പറയുന്നത് ഉമാമഹേശ്വരന്മാരുടെ മുമ്പിലാണ് നടത്തേണ്ടത്. മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ഷാറ് പറഞ്ഞ പോലെ പണ്ട് കുറെ കാലങ്ങളിൽ മുമ്പ് തിരുവാതിര എന്ന വഴിപാട് തിരുവാതിര തന്നെ ഇല്ലായിരുന്നു. കലോത്സവങ്ങൾ, സ്കൂൾ കലോത്സവങ്ങളിൽ മാത്രമായിരുന്നു തിരുവാതിര ഉണ്ടായിരുന്നത്. അത് ഇതുപോലെയുള്ള പല ക്ഷേത്രങ്ങളിൽ തിരുവാതിര കളി വെച്ച് ആണ് ഇപ്പം മൊത്തം എവിടെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങളിൽ തിരുവാതിരയുണ്ട്. അത് മഹാദേവന്റെ പിറന്നാളാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നാണ് ഒരു വിശ്വാസം. ശിവക്ഷേത്രങ്ങളിലും ഭഗവതി ക്ഷേത്രങ്ങളിലും ഈ ദിവസം വിശേഷമായി കൊണ്ടാടുന്നുണ്ട്. വ്രതങ്ങളിൽ അതീവ പ്രാധാന്യം തിരുവാതിര വ്രതത്തിനുണ്ട്. കാവൻപുറം ദേവസ്വം പ്രസിഡന്റ് ടി എൻ സുകുമാരൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പാലാ നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനു, വൈസ് ചെയർപേഴ്സൺ മായ രാഹുൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ സുനിൽചേട്ടൻ വന്ന് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളുടെ അമ്പലത്തിൽ നാളെ ഉത്സവമാണ്, മോള് വന്നേ പറ്റുള്ളൂ, എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒന്നാണ് സുനിലെ. അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, അപ്പം ആയാൻ്റിയും അതുപോലെ തന്നെ പറഞ്ഞു. അപ്പം തീർച്ചയായും വരണമെന്ന് പറഞ്ഞു. കാവിൻപുറത്ത് ഉമാമഹേശ്വര ക്ഷേത്രത്തെ കുറിച്ച് വായിച്ചറിയാം, മാധ്യമങ്ങളിൽ കൂടെ കേട്ടറിയാം. ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളത് എക്കാലത്തെയും വലിയൊരു സ്വപ്നമായിരുന്നു. പക്ഷെ ഇന്ന് ഒരുമിച്ച് ആന്റിയുടെ വന്ന് പ്രാർത്ഥിക്കാനാണ് ഒരു ദൈവനിയോഗം പോലെ കിട്ടിയത്. ചെയർപേഴ്സൻ്റെയും എൻ്റെയും ആദ്യമായിട്ടുള്ള ഞങ്ങൾ ഇതിൽ കയറിയ ആദ്യത്തെ ദിവസമായിരുന്നു ഇന്നലെ. അപ്പം ഇത് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ എന്നെ ശ്രീ സുനിൽ, ഒരു പത്രപ്രവർത്തകനാണ്, അതിന് ഉപരി എനിക്കൊരു സഹോദര തുല്യൻ തന്നെയാണ്, വളരെ വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹം എന്നോട് ഈ ഉമാമഹേശ്വര ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ഇവിടെ ഇന്ന് നടക്കുന്ന ഈ ഒരു തിരുവാതിര അർച്ചനയുടെ ഈ ഒരു വഴിപാടിൻ്റെ മഹത്വവും പിന്നീട് അദ്ദേഹത്തിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത്. പി ആർ പ്രകാശ്, വി ജി ചന്ദ്രൻ, കെ എൻ രാജേഷ്, ചിത്ര വിനോദ്, സി ജി വിജയകുമാർ, ചന്ദ്രശേഖരൻ നായർ പുളിക്കൽ, സുരേഷ് ലക്ഷ്മി നിവാസ്, ജയചന്ദ്രൻ വരകപ്പള്ളിൽ, ആർ സുനിൽകുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. സമ്മേളനത്തിൽ കാവിൻപുറം ദേവസ്വം പ്രസിഡന്റായി 2 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ടി എൻ സുകുമാരൻ നായരെയും പാലാ നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനു, വൈസ് ചെയർപേഴ്സൺ മായ രാഹുൽ തുടങ്ങിയവരെയും പൊന്നാട അണിച്ച് ആദരിച്ചു. സുപ്രസിദ്ധ സോപാന സംഗീതജ്ഞൻ വേണുഗോപാൽ പി ഐമനത്തെയും സമ്മേളനത്തിൽ ആദരിച്ചു. നവഗ്രഹ പൂജയ്ക്കും വിദ്യാഗോപാല മന്ത്രാർച്ചനയ്ക്കും തിരുവാർപ്പ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മേൽശാന്തി ഹരി നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശ്രീഭദ്ര നാരായണി സമിതിയുടെ നാരായണീയ സദസ്സും ഉണ്ടായിരുന്നു. ശനിയാഴ്ച 7 ഉദയാസ്തമന പൂജ, 9 ദേവി നാരായണീയ പാരായണം, 12:30 ഓട്ടംതുള്ളൽ, 1 മഹാപ്രസാദമൂട്ട്, രാത്രി 7 കാവൻപുറം ദേശതാലപ്പൊലി ഘോഷയാത്ര എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. താലസദ്യ, താലപ്രസാദ, ഉണ്ണിയപ്പ വിതരണം, നാടകം എന്നിവയുമുണ്ട്. ജോസ് കെ മാണി എം.പി, മാണി സികാപ്പൻ എം.എൽ.എ, രാമപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശാന്താറാം, മെമ്പർ വിഷ്ണു എൻ.ആർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു.